ഓണക്കാലത്ത് ഏറ്റവും അധികം ആവശ്യക്കാരുള്ള ഒരു വിഭവമാണ് കായ വറുത്തത്. അത് ഒഴിവാക്കിയിട്ട് എന്ത് ഓണമല്ലേ. അതിൽ തന്നെ ആലത്തൂർ ചിപ്സിന് ആവശ്യക്കാർ ഏറെയാണ്. എന്നാൽ വെളിച്ചെണ്ണ വില ഈ മേഖലയെ ആകെ ആശങ്കയിലാഴ്ത്തുകയാണ്. വെളിച്ചെണ്ണയിൽ മാത്രം ചിപ്സ് ഉണ്ടാക്കുന്ന കടകളിൽ വിപണി വിലയ്ക്ക് അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കണ്ടേ എന്നൊരവസ്ഥയുണ്ട്. കായ വറുത്തതിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ആലത്തൂർ. ആലത്തൂർ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത് ആവശ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു ഇടം കൂടിയാണ്. ഞാനുള്ളത് SNRലാണ്. SNR ചിപ്സ് എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്ന് വരെ ഈ ചിപ്സ് അന്വേഷിച്ച് ഇവിടെ എത്തും. തിരക്കൊക്കെ ഉണ്ടോ? കച്ചവടമൊക്കെ എങ്ങനെ പോണ്? കച്ചവടം നമ്മൾക്ക് സാധാരണ തിരക്കുള്ള ആളാണ്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കസ്റ്റമറും ഓണത്തിന് ഇവിടെ എത്തും. അങ്ങനെയാണ് സാധാരണ ഓണങ്ങൾ. പക്ഷെ സാധാരണ പോലെയല്ല, ഇത്തവണത്തെ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിനേക്കാൾ വെളിച്ചെണ്ണ വില എത്രയോ മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ചും ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന മേഖലയിലുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് അല്ലേ? എന്താ നിങ്ങളുടെ ഒരു പ്രതിസന്ധി എന്താണ്? നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞപ്പോൾ എത്ര വില കൂടിയാലും നമ്മൾ അത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം നമ്മൾ അത് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ കായ് വില കൂടിയിട്ടുണ്ട്. നമ്മൾ 520 വിറ്റത് ഇപ്പോൾ 600 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അധികം കൂടിയാലും നമ്മൾ ഓണത്തിന് ഈ ഒരു ലെവലിൽ തന്നെ പോകണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം പിന്നെ നമ്മൾ വരുന്ന കസ്റ്റമർ നമ്മൾ എല്ലാ കൊല്ലവും നമ്മളുടെ അടുത്ത് വരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ഇതിങ്ങനെ നിലനിർത്തണം. ശരിക്കും ബുദ്ധിമുട്ടാണ് ഈ വെളിച്ചെണ്ണ വില എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? വെളിച്ചെണ്ണ വില കൂടും. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. കായ് കണ്ണി തരാതെ അത് പെട്ടെന്ന് വെളിച്ചെണ്ണ വില കൂടിയ ഉടനെ കൂട്ടില്ല. നമ്മൾ ഒരു ആഴ്ചയൊക്കെ നോക്കിയിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ ആട്ടുന്ന അവിടെ പോയിട്ടാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് മെയിനായിട്ട്. ഇവിടെ സ്ഥിരമായിട്ട് ചെറുപ്പം മുതൽ വരില്ല? ചെറുപ്പം പറഞ്ഞാൽ 50 കൊല്ലമേ ആയിട്ടുള്ളൂ. 50 വർഷമായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അന്നോട്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സീസൺ മാത്രമല്ല, ഇവിടെ ഉണ്ടെങ്കിൽ ചിപ്സ് ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഫ്രഷ് കിട്ടിക്കൊണ്ടിരിക്കും. ഈ വിലക്കയറ്റവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെയും ഇവിടെയും ബാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും അതൊരു ചെറിയ പ്രതിസന്ധിയാണല്ലേ? മറ്റുള്ള സാധനങ്ങളുടെയും വില, എണ്ണയുടെ വിലയും നോക്കുമ്പോൾ ഒന്നും കൂടുതലായിട്ട് നമുക്ക് തോന്നാറില്ല. കാരണം എല്ലാം 50% 70% എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കിതൊരു ലോഡായിട്ട് തോന്നാറില്ല. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടുന്ന് മേടിച്ചത് 540 രൂപയ്ക്കാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്ന് വെളിച്ചെണ്ണയ്ക്ക് 200 താഴെയുള്ളൂ. ഇപ്പോൾ 500-450 വിൽക്കുമ്പോൾ ഒരു 600 എന്ന് പറയുന്നത് നമുക്കതൊരു വലിയൊരു ഇതായിട്ട് തോന്നണില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ വിലയൊക്കെ ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ എങ്ങനെ വറക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? വീട്ടിൽ നമുക്ക് എണ്ണയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പാചകം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എണ്ണയ്ക്ക് വില കൂടുമ്പോൾ എവിടെയും വില കൂടുതലാണല്ലോ. അപ്പോൾ വീട്ടമ്മമാർ മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടുത്തെ പറഞ്ഞാൽ പൂർവികരായിട്ടുള്ള ചിപ്സാണ്, നല്ല ചിപ്സാണ്. നമ്മൾ എന്ത് തന്നെയാണെങ്കിൽ ഇത് എപ്പോഴും മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. എല്ലാ ചിപ്സും ഇഷ്ടമാണ്. അപ്പോൾ ഈ കടയിൽ ഇത്തിരി ഫേമസ് പറഞ്ഞിട്ട് ഇവിടെ കയറി. കഴിഞ്ഞ പ്രാവശ്യം വന്നാലും ഇവിടെ തന്നെ കയറി. വെളിച്ചെണ്ണ വില വർധനവും ഒക്കെ നാട്ടിലുണ്ട്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച് ചിപ്സ് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, ചിപ്സ് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ഓണത്തിന്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഈ കായ ചിപ്സ് വാങ്ങാനായി എത്തുന്നുണ്ട്. അതിനോടൊപ്പം ഈ വിലക്കയറ്റവും ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് അതിജീവിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.